ഹായ് എവ്രിവൺ, എൻ്റെ പേര് ദേവനന്ദ PV. ഞാൻ എയിംസ് നാഗ്പൂരിൽ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പൊ നമ്മൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത് എവല്യൂഷൻ ആണ്. അപ്പൊ ഞാൻ എവല്യൂഷന്റെ പല തിയറീസ് പറഞ്ഞു. ഒറിജിൻ ഓഫ് ലൈഫ് എങ്ങനെയാ, അതിന്റെ ബിഗ് ബാങ് തിയറി, കോസ്മോസോയിക് തിയറി, പാൻസ്പെർമിയ, തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ, തിയറി ഓഫ് ബയോജെനസിസ്, പിന്നെ മോഡേൺ തിയറി ഓഫ് എവല്യൂഷൻ, എവിഡൻസ് ഓഫ് ഓർഗാനിക് എവല്യൂഷൻ, പിന്നെ ഹോമോലോഗസ് ഓർഗൻസ്, അനലോഗസ് ഓർഗൻസ് വരെയാണ് നമ്മൾ ഇന്നലെ എത്തിയത് അല്ലെ. പിന്നെ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് കിടക്കാം, അതായത് വെസ്റ്റീജിയൽ ഓർഗൻസ്. വെസ്റ്റീജിയൽ ഓർഗൻസ് എന്ന് പറയുന്നത് എന്താ? അത് ആക്ച്വലി റെഡ്യൂസ്ഡ് ഫോമുല കാണാം. റെഡ്യൂസ്ഡ് ഫോമിൽ എന്ന് പറയുന്നത് അത് ഇപ്പോ ആ ബോഡിയിൽ എന്താ ഒരു ഫങ്ഷൻ ചെയ്യില്ല, പക്ഷെ ആ ഓർഗൻ എന്താ നമ്മളുടെ ആൻസിസ്റ്റേഴ്സ് എന്താ കുറെ ഡെവലപ്മെന്റൽ ഫങ്ഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അതാണ് വെസ്റ്റീജിയൽ ഓർഗൻസ്. അത് ആക്ച്വലി എന്താ നമ്മുടെ ആൻസിസ്റ്റേഴ്സിന്റെ എന്താ റെമിനൻസ് ആണ്. ആൻസിസ്റ്റേഴ്സിൽ ഉണ്ടായ ഓർഗൻസിന്റെ ബാക്കിയുള്ള ഭാഗമാണ്. അതിപ്പോ നോൺ ഫങ്ഷണലായി ഇരിക്കും. നമ്മളെ ഹ്യൂമൻ ബോഡിയിൽ ഏകദേശം 180 വെസ്റ്റീജിയൽ ഓർഗൻസ് ഉണ്ട്. അതിലൊരെണ്ണമാണ് നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ, മറ്റേ നമ്മളുടെ മസിൽസ് ഓഫ് പിന്ന. ഈ ചിലവർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് ഈ ചെവിയിൽ ഇട്ട് ആട്ടാൻ പറ്റും. പക്ഷെ നമ്മളുടെ ആൻസിസ്റ്റേഴ്സിന് പറ്റിയിരുന്നു, പക്ഷെ നമുക്കിപ്പോ പറ്റില്ല. പക്ഷെ ചിലവർക്ക് അത് ബാക്കിയുള്ളതുകൊണ്ട് ചിലർക്ക് പറ്റും. പിന്നെ വേർമിഫോം അപ്പൻഡിക്സ്, കോസിക്സ്, കെനൈൻ ടീത്ത്, തേർഡ് മോളാറായി വിസ്ഡം ടീത്ത്, പിന്നെ സെഗ്മെന്റൽ മസിൽസ് ഓഫ് എബ്ഡമൻ, പിന്നെ സീക്കം, പിന്നെ ബോഡി ഹെയർസ് എല്ലാം. ഓക്കെ, ഇതാണ് എന്ത് വെസ്റ്റീജിയൽ ഓർഗൻസ്. മനസ്സിലായല്ലോ. ഇനി അടുത്തതാണ് കണക്ടിങ് ലിങ്ക്സ്. കണക്ടിങ് ലിങ്ക്സ് എന്ന് പറയുന്നത് എന്താ? അത് ആക്ച്വലി നമ്മൾ അനിമൽസിലും പ്ലാന്റ്സിലും എന്താ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണം പ്രിമിറ്റീവ് ആണ്, മറ്റേത് അഡ്വാൻസ്ഡ് ഗ്രൂപ്പ് ആണ്. അപ്പൊ ഈ സ്പീഷീസ് എന്താ ആക്ച്വലി എന്താവും ഒരു ബ്രിഡ്ജായി മാറും. ടാക്സോണമിക് ഗ്രൂപ്പ്സ് തമ്മിലുള്ള ബ്രിഡ്ജിനെയാണ് നമ്മൾ എന്താ പറയാ കണക്ടിങ് ലിങ്ക്സ്. ഇതിൽ കുറെ കണക്ടിങ് ലിങ്ക്സ് നിങ്ങൾ മറ്റേ അനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡത്തിൽ പഠിച്ചു. എക്സാമ്പിൾ എന്താ? പ്ലാറ്റിപ്പസ്, അത് റെപ്റ്റൈൽസും മാമൽസും തമ്മിലുള്ള കണക്ടിങ് ലിങ്ക് ആണ്. പിന്നെ എക്കൈഡ്ന, അത് റെപ്റ്റൈൽസും മാമൽസും തമ്മിൽ. പിന്നെ ലങ് ഫിഷ്, അത് ഫിഷസും ആംഫീബിയ തമ്മിലുള്ള കണക്ടിങ് ലിങ്ക്. പിന്നെ കൈമെറ, അത് കാർട്ടിലേജിനസ് ഫിഷും ബോണി ഫിഷും തമ്മിലുള്ള. പിന്നെ ബെലാനോഗ്ലോസസ്, അത് നോൺ കോഡേറ്റ്സും കോഡേറ്റ്സും തമ്മിൽ. അങ്ങനെ കുറെ ആർക്യോപ്റ്റെറിക്സ്, ഇബ്ലീന, പ്ലാന്റ്സും ആനിമൽസും തമ്മിലുള്ള കണക്ടിങ് ലിങ്ക്. വൈറസ്, ലിവിങ്ങും നോൺ ലിവിങ്ങും തമ്മിലുള്ള കണക്ടിങ് ലിങ്ക്. അപ്പൊ ഇതാണ് ആക്ച്വലി എന്ത് കണക്ടിങ് ലിങ്ക്സ്. ഇനി അടുത്തതാണ് എറ്റാവിസം. എറ്റാവിസം എന്ന് പറയുന്നതാണ് റിവേർഷൻ. അതെന്ന് പറഞ്ഞാൽ ചില ഇൻഡിവിജ്വൽസിൽ എന്താ കുറച്ച് ക്യാരക്ടേഴ്സ് സഡൻലി അപ്പിയർ ചെയ്യും. അത് ആക്ച്വലി എന്താ നമ്മളുടെ ആൻസിസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് ലോസ്റ്റ് ആയിരുന്നു അവരുടെ ഡെവലപ്മെന്റ് സമയത്ത്. അതിനെയാണ് നമ്മൾ എറ്റാവിസം എന്ന് പറയാം. അതിന്റെ എക്സാമ്പിൾ ആണ് ചില ഹ്യൂമൻ ബേബീസ് ടെയിൽ ആയിട്ടുണ്ടാവും, സെർവൈക്കൽ ഫിസ്റ്റുല, പിന്നെ ഈ ലോങ് പോയിന്റഡ് കെനൈൻ ടീത്ത്, അത് നമ്മളുടെ കാർണിവോറസ് ആൻസിസ്റ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. പിന്നെ ലാർജ് ആൻഡ് തിക്ക് ബോഡി ഹെയർ, അതൊക്കെ എന്താ നമ്മളെ എയ്ഡ്സും തമ്മിലുള്ള എന്താ റിലേഷൻഷിപ്പിനെ റിഫ്ലക്ട് ചെയ്യണം. ഓക്കെ ഓക്കെ അപ്പൊ ഈ ടേംസും നമുക്ക് എഴുതാം വേറെ പഠിച്ചത്. വെസ്റ്റീജിയൽ ഓർഗൻസ്. ഓക്കെ, വെസ്റ്റീജിയൽ ഓർഗൻസ് എന്താ ആക്ച്വലി റെഡ്യൂസ്ഡ് ഫോമിലാണ് കാണുക നമ്മളുടെ ബോഡിയിൽ. ഓക്കെ, ഇതാണ് വെസ്റ്റീജിയൽ ഓർഗൻസ്. ഇത് ആക്ച്വലി എന്താ റെമിനൻസ് ഓഫ് ഓർഗൻസ് വിച്ച് വർ കംപ്ലീറ്റ് ആൻഡ് ഫങ്ഷണൽ ഇൻ ദ our ancestors. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ അപ്രോക്സിമേറ്റ്ലി എത്ര 180 വെസ്റ്റീജിയൽ ഓർഗൻസ് ഉണ്ട്. ഓക്കെ,
ഇതിന്റെ എക്സാമ്പിൾ എന്താ? നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ, നമ്മളെ കണ്ണിലിന്റെ മുകളിലുള്ള ഒരു മെംബ്രെയിൻ. മസിൽസ് ഓഫ് പിന്ന, vermiform appendix, coccyx, canine teeth. ഓക്കെ, ഇതൊക്കെയാണ് വെസ്റ്റീജിയൽ ഓർഗൻസ്. ഇനി നമുക്ക് എന്താ കണക്ടിങ് ലിങ്ക്സ് വരാം. എന്നുവെച്ചാൽ ചില പ്ലാന്റ്സ് അല്ലെങ്കിൽ അനിമൽസ് എന്താ രണ്ട് സെപ്പറേറ്റ് ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണും. അതിൽ ഒരെണ്ണം എന്താ പ്രിമിറ്റീവ് ആയിരിക്കും, അതർ എന്താ അഡ്വാൻസ്ഡ് ഗ്രൂപ്പ് ആയിരിക്കും. വൈറസ്, ലിവിങ് നോൺ ലിവിങ് തമ്മിലുള്ള കണക്ടിങ് ലിങ്ക് ആണ്. പിന്നെ യുഗ്ലീന, അത് പ്ലാന്റ്സും അനിമൽസും തമ്മിലുള്ള. പിന്നെന്താ കൈമര, കൈമര എന്താ ഓർക്കുണ്ടോ? കാർട്ടിലേജിനസ് ഫിഷും ബോണി ഫിഷും തമ്മിലുള്ള, ലങ് ഫിഷ്, ഫിഷസും ആംഫീബിയൻസും തമ്മിലുള്ള കണക്ടിങ് ലിങ്ക്സ് ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അറ്റാവിസം നോക്കാം. അറ്റാവിസം എന്ന് പറയുന്നത് എന്താ? ഈ ചില ഇൻഡിവിജ്വൽസ്, ചില ക്യാരക്ടേഴ്സ് സഡൻലി അപ്പിയർ ചെയ്യും. അത് ആക്ച്വലി നമ്മുടെ ആൻസിസ്റ്റേഴ്സിൽ ഉണ്ടാവേണ്ടായിരുന്നു, സഡൻലി അപ്പിയർ ചെയ്യും. പക്ഷെ അത് ഡെവലപ്മെന്റ് സമയത്ത് അത് എന്താ പറയാ ലൂസ് ചെയ്യും. അതിന്റെ എക്സാമ്പിൾ ആണ് ഹ്യൂമൻ ബേബി വിത്ത് ടെയിൽ. ഓക്കെ, ഇതാണ് അറ്റാവിസം. മനസ്സിലായല്ലോ? എക്സാമ്പിൾ ആണ് ഹ്യൂമൻ ബേബി വിത്ത് ടെയിൽ. പിന്നെ സർവൈക്കൽ ഫിസ്റ്റുല, എക്സ്ട്രാ നിപ്പിൾസ്. ഓക്കെ, ഇതാണ് എന്ത് നമ്മളുടെ കുറച്ച് കണക്ടിങ് ലിങ്ക്സ്. പിന്നെ വെസ്റ്റീജിയൽ ഓർഗൻസ്, ഹോമോലോഗസ് ഓർഗൻസ്, അനലോഗസ് ഓർഗൻസ് ഒക്കെയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മളുടെ ഫിസിയോളജി ബയോകെമിസ്ട്രിയിൽ എന്തൊക്കെ സിമിലാരിറ്റീസ് ആണ് നമുക്ക് കാണാം. അതായത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസത്തിൽ എന്താ ഈ സ്ട്രക്ചറൽ ആൻഡ് കെമിക്കൽ കമ്പോസിഷൻ എന്താ പ്രോട്ടോപ്ലാസത്തിന്റെ? അത് പ്രോട്ടോസോവ തൊട്ട് മെമീലിയ വരെ എന്താ സെയിം ആണ് പ്രോട്ടോപ്ലാസത്തിന്റെ കോമ്പോസിഷൻ. പിന്നെ നമ്മളെ എൻസൈംസ്. ഈ എൻസൈംസ് എന്താ എല്ലാ അനിമൽസിലും സെയിം ഫങ്ഷൻ ഉണ്ടാക്കുക. അതായത് ഈ ട്രിപ്സിൻ ആണെങ്കിൽ അത് പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യും. അത് അമീബി ആയാലും അതെ, മനുഷ്യനായാലും അതെ. ഓക്കെ, ആ എവല്യൂഷന് നിങ്ങൾ നോക്കണ എൻസൈംസ് സിമിലർ ആണ്. പിന്നെ ബ്ലഡ് എന്താ എല്ലാ കോഡേറ്റ്സ് എന്താ സെയിം കോമ്പോസിഷൻ ഓഫ് ബ്ലഡ് ഓൾമോസ്റ്റ്. പിന്നെ ATP ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്, പിന്നെ സൈറ്റോക്രോം C. അതാണ് എന്താ നിങ്ങൾ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ പഠിച്ചതാ. അത് ആക്ച്വലി റെസ്പിറേറ്ററി പ്രോട്ടീൻ ആണ് മൈറ്റോകോൺഡ്രിയയിലുള്ള എല്ലാ ഓർഗാനിസത്തിലും. ഓക്കെ ഓക്കെ ഇനി നമ്മളുടെ ബയോ ജിയോഗ്രാഫി എന്നുള്ള എവിഡൻസ് ഒക്കെ എന്താ? അത് ആക്ച്വലി നമുക്ക് ഈ എക്സ്കവേഷന്റെ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ചില സ്പീഷീസ് ചില ജോഗ്രഫിക്കൽ സ്പേസിൽ മാത്രമേ കാണുള്ളൂ. നിങ്ങൾ അതായത് ഇപ്പൊ നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ മധ്യപ്രദേശില് ഈ ഡൈനസോറിന്റെ എക്സ് കണ്ടുകിട്ടിയിട്ടുണ്ടെന്ന്, ഫോസിൽസ്, എക്സിന്റെ ഫോസിൽസ് പണ്ടത്തെ. അപ്പോ അത് എന്താ ഒരു സ്പെസിഫിക് റീജിയൻ നമ്മളുടെ ഇന്ത്യയിലാണെങ്കിൽ അവര് സെൻട്രൽ ഇന്ത്യയിലാണ് കണ്ടുപെടുന്നതെന്നാണ് അത് നമുക്കറിയാം. അതിനെയാണ് നമ്മൾ ഇക്കോളജിക്കൽ ബയോഗ്രഫി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മളെ എംബ്രിയോളജിയിൽ എന്താ കുറെ ലോസ് ഉണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കേണ്ട ആവശ്യമില്ല.
ഇനി നമുക്ക് അത് എന്താ തിയറീസ് ഓഫ് ഓർഗാനിക് എവല്യൂഷൻ ആണ് ഇപ്പൊ നോക്കേണ്ടത്. അതായത് 4 മെയിൻ തിയറീസ് ഉണ്ട്: ലമാർക്കിസം, ഡാർവിനിസം, മ്യൂട്ടേഷൻ തിയറി, പിന്നെ മോഡേൺ കോൺസെപ്റ്റ് ഓഫ് എന്താ എവല്യൂഷൻ. അപ്പൊ ലമാർക്കിസം എന്താ, ആക്ച്വലി ലമാർക്ക് എന്ന് പറഞ്ഞൊരു എന്താ പറയാ ജോൺ ബാപ്റ്റിസ്റ്റ് ഡി ലമാർക്കാണ് കണ്ടുപിടിച്ചത്. അപ്പൊ അതെന്താ തിയറി പറയുന്നത്, അയാൾ പറയുന്നത് നമ്മളുടെ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയർഡ് ക്യാരക്ടേഴ്സ് എന്താ അതാണ് പറയുന്നത്. അപ്പൊ അതിലാണ് ഈ ഇൻവെർട്ടിബ്രേറ്റ്സ്, അനിലിഡ ടേം ഒക്കെ കോയിൻ ചെയ്യുന്നത്. അതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മളുടെ കുറെ ഇന്റേണൽ ഫോഴ്സസ് ഉണ്ട് എല്ലാ ഓർഗാനിസംസിനും. അപ്പൊ ഈ ഫോഴ്സസ് കാരണം എന്താ ഓർഗാനിസത്തിന് എന്തുണ്ടാവും, നമ്മളുടെ ബോഡി സൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും ഈ ഇന്റേണൽ വൈറ്റൽ ഫോഴ്സസ് കാരണം. അതായത് നമ്മളുടെ ഇന്റേണൽ വൈറ്റൽ ഫോഴ്സസ് ഉണ്ട് നമ്മളുടെ എല്ലാ ഓർഗാനിസത്തിലും. ആ ഫോഴ്സസ് കാരണം എന്താ നമ്മുടെ ഓർഗാനിസത്തിൽ എന്താ ഈ സൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പൊ പിന്നെ ഉള്ള അടുത്തെന്താ ഇഫക്ട് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ന്യൂ നീഡ്സ്. അതായത് നമ്മളെ എൻവയോൺമെന്റും എല്ലാ ഓർഗാനിസത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് ഇപ്പൊ എൻവയോൺമെന്റ് മാറുക, അപ്പൊ അതിനനുസരിച്ച് എന്താ നമ്മളുടെ നീഡ്സും മാറും. അതായത് ഞാനിപ്പോ കേരളത്തിലാണ് താമസിക്കണമെന്ന് വിചാരിച്ചു അല്ലെ, അപ്പൊ കേരളത്തിലത്തെ ഇതെന്താ അറ്റ്മോസ്ഫിയർ ഇത്തിരി ഒരു എന്താ ചൂടും ഇത്തിരി തണുപ്പില്ല ചൂടില്ലാത്ത ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. അത് ഞാൻ അത് നോക്കട്ടെ, കാശ്മീരിലേക്ക് പോയി താമസിച്ചു എന്ന് വിചാരിച്ചു. അവിടെ എന്താ നല്ല തണുപ്പാ. അപ്പൊ എന്റെ ബോഡി എന്താ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യില്ലേ. അതായത് ഓരോ മെക്കാനിസംസ് എന്റെ ബോഡി എന്ത് ചെയ്യും, ഉണ്ടാക്കും ആ തണുപ്പ് ഓവർകം ചെയ്യാൻ. മനസ്സിലായല്ലോ? ഓക്കെ. അത് കഴിഞ്ഞ് യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ്. അതായത് ഒരു ഓർഗൻ എന്താ നമ്മൾ കോൺസ്റ്റന്റ്ലി അത് യൂസ് ആകുമെന്ന് വിചാരിക്കാം. അപ്പൊ അതെന്താ ഇറ്റ് വുഡ് ബി ബെറ്റർ, അത് നന്നായി ഡെവലപ്പ് ആയിരിക്കും. പക്ഷെ ഒരു ഓർഗൻ ഞാൻ യൂസ് ചെയ്യുന്നില്ല, അപ്പൊ അതിനെന്തെങ്കിലും ഡീജനറേറ്റ് ചെയ്യും. അതായത് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ കോമൺ എക്സാമ്പിൾ, നിങ്ങൾ എന്താ പറയാ കുറെ ഡ്രസ്സുകൾ വാങ്ങി, ഓക്കെ, പുതിയ ഡ്രസ്സുകൾ വാങ്ങി, ഇപ്പൊ ഇടണുണ്ട്, എല്ലാം പാകമാണ്, നിങ്ങൾ എന്നും ഇടണ ഡെയിലി വെയർസ് ആണ്. പിന്നെ നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ അൽമാരി ഒതുക്കി ഇപ്പൊ നിങ്ങൾക്ക് പഴയ ഡ്രസ്സ് കിട്ടി എന്ന് വെച്ചാൽ ഉപയോഗിച്ചിട്ട് കുറെ നാളായി, എന്നുവെച്ചാൽ ഒരു 5-6 കൊല്ലായി ആ ഡ്രസ്സുകൾ ഉപയോഗിച്ചിട്ട്. അപ്പൊ നിങ്ങൾ ആ ഡ്രസ്സ് എന്ത് ചെയ്യും, ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കളയും അല്ലെ, നിങ്ങൾ ഉപയോഗിക്കൂല്ലല്ലോ. അപ്പൊ അതാണ് നമ്മൾ എത്ര യൂസ് ചെയ്യുന്നോ അത് എത്ര നമ്മളുടെ ബോഡിക്ക് ആവശ്യമുണ്ടോ അത് മാത്രമേ നമ്മുടെ ബോഡി വെക്കൂ. ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്താ ബോഡി വെക്കില്ല. അതായത് നിങ്ങൾ കൺസേർവ് ചെയ്യാൻ പഠിക്കണം റിസോഴ്സസ്. അതായത് നമ്മൾ ആവശ്യമില്ലാണ്ട് എല്ലാം വാരിക്കൂടി വലിച്ചു വാരി വാങ്ങരുതൊന്നും, അത് വേസ്റ്റ് ആവും. അത് കഴിഞ്ഞിട്ട് പറയുന്നതാണ് ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയർഡ് ക്യാരക്ടർ. അതായത് നമ്മളുടെ ഓർഗാനിസത്തിന്റെ ഒരു ജീവിതത്തിൽ പുതിയ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യും. എന്തുകൊണ്ട്? ഈ ഇന്റേണൽ ഫോഴ്സസ് കൊണ്ട്, അല്ലെങ്കിൽ എൻവയോൺമെന്റ് കൊണ്ട്, അല്ലെങ്കിൽ പുതിയ നീഡ്സ്. അതായത് ഞാൻ നിങ്ങളുടെ എക്സാമ്പിളിന് എടുത്തോ, നിങ്ങളൊരു 3-4 വയസ്സുള്ള കുട്ടിയാന്ന് വിചാരിച്ചോ ആദ്യം. അപ്പൊ നിങ്ങൾക്ക് ഭക്ഷണക്കാര് തരും, നിങ്ങളുടെ അമ്മേനെ അച്ഛൻ വായിൽ വെച്ച് തരും അല്ലെ, നിങ്ങളെ കുളിപ്പിക്കും, നിങ്ങളെ എല്ലാ കാര്യങ്ങളും അച്ഛനമ്മമാര് ചെയ്തു തരും. പിന്നെ ബാഗ് പാക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ സ്കൂളിൽ പോവാൻ, അങ്ങനെയായിരിക്കും നിങ്ങളുടെ ലൈഫ് ഒരു 1-ാം ക്ലാസ് 2-ാം ക്ലാസ് വരെ. പിന്നെ എന്ത് ചെയ്യും, നിങ്ങളുടെ പാരന്റ്സ് എന്ത് ചെയ്യും, നിങ്ങളെ തന്നെ ഇൻഡിപെൻഡന്റ് ആവാൻ പഠിപ്പിക്കും. അതായത് തന്നെ കഴിക്കാൻ പറയും, പിന്നെ തന്നെ ഡ്രസ്സ് ഇടാൻ പറയും. അതൊരു 5-6-7-ാം ക്ലാസ് വരെ ഉണ്ടാവും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എന്താ നിങ്ങൾ തന്നെ എല്ലാം ചെയ്യും, പഠിപ്പും ഡ്രസ്സ് ഇടലും ഭക്ഷണം കഴിക്കലും. ഓക്കെ. ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ 12th കഴിഞ്ഞ് കോളേജിലേക്കൊക്കെ പോവാന്ന് വിചാരിച്ചോ. ആ സമയത്ത് എന്താ നിങ്ങൾ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആയി, നിങ്ങൾക്ക് ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആണ് ആവുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താ എല്ലാം തന്നെ ചെയ്യാം. ഇവിടെ പുറത്ത് പോകണമെങ്കിൽ നിങ്ങൾ ആരുടെയും സഹായം വേണ്ട, അച്ഛനമ്മമാരെ ഡിപ്പെൻഡ് ആവണ്ട. അതാണ് എന്ത് പറയുന്നത്, അതിനെയാണ് നമ്മൾ പറയുന്നത് ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയർഡ് ക്യാരക്ടർ. ഓക്കെ. ഇനി ഇതാണ് ആക്ച്വലി ലമാർക്ക് പറഞ്ഞത്. ലമാർക്കിന്റെ കോൺസെപ്റ്റ് ഓഫ് ഓർഗാനിക് എവല്യൂഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇനി ഇതിൽ കുറച്ച് എന്താ പറയാ ഇതിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. നമ്മളുടെ എവല്യൂഷൻ, അതായത് നമ്മളുടെ ചുറ്റും എന്തൊക്കെയാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ള ലമാർക്കിസം സപ്പോർട്ട് ചെയ്യാനുള്ള എന്തൊക്കെ എക്സാമ്പിൾസ് ഉണ്ടെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മളുടെ ജിറാഫിന് എന്താ
ലോങ് നെക്കാണ്. ആ ലോങ് നെക്ക് എന്താണ്, ജിറാഫ് എപ്പോഴും മരത്തിന്റെ ഇലയാണ് കഴിക്കുക അല്ലെ. ആ മരത്തിന്റെ ഇല കഴിക്കാൻ വേണ്ടി ജിറാഫ് എത്തിച്ച് ഇങ്ങനെ ട്രൈ ചെയ്ത് ഒരു 1000-2000 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ജിറാഫുകളുടെ നെക്ക് എന്തായി, നീളമുള്ള നെക്കായി മാറി. പിന്നെ ഈ സ്നേക്സിന് പണ്ട് ലെഗ്സ് ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്, പക്ഷെ ഇപ്പൊ അതില്ല. അതെന്താ കാരണം? അത് കാരണം അവർക്ക് യൂസ് ഇല്ല. അവരെപ്പോഴും ക്രോൾ ചെയ്താ പോവാ. അപ്പൊ ക്രോൾ ചെയ്ത് പോകുന്ന സാധനത്തിന് കാല് ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ കാല് വേസ്റ്റ് ഓർഗൻ ആയതുകൊണ്ട് യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അങ്ങനെ മറ്റേ സ്നേക്സിന്റെ ലെഗ്സും എന്തായി, ഡീജനറേറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് ഡിയേഴ്സ് ആക്ച്വലി എന്താ, അവര് നല്ല സ്പീഡിൽ ഓടുന്ന ഫാസ്റ്റ് റണ്ണേഴ്സാ. കാരണം എന്താ, ഡിയേഴ്സ് എപ്പോഴും കോമൺ പ്രേ ആണ്. നമ്മളുടെ ഒരു ഫോറസ്റ്റിൽ പോയാൽ ഡിയേഴ്സിനെ തിന്നാനാണ് എല്ലാവരും. ടൈഗർ തൊട്ട് ലയൺ തൊട്ട് ചീറ്റ, എല്ലാ മൃഗങ്ങളും, ഉൾഫ്, എല്ലാ മൃഗങ്ങൾക്കും എന്ത് വേണം, ഡിയറിനെ തന്നെ വേണം. അപ്പൊ ഡിയറിന് എന്താ, എല്ലാവരിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നന്നായി ഓടണം. ആ ഓടാനുള്ള ടെൻഡൻസി ഇങ്ങനെ ഓരോ വർഷങ്ങൾ കൂടുന്തോറും അവരുടെ എന്താ, ലിംസ് എന്താ, സ്ട്രോങ് ലിംസ് ആയിരുന്നു, സ്ട്രീം ലൈൻ ബോഡി ആയിരുന്നു. മനസ്സിലായോ? പിന്നെ റിട്രാക്ടൈൽ ക്ലോസ് ഉണ്ടായിരുന്നു കാർണിവോറസ് ആനിമൽസിൽ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ലമാർക്കിസത്തിനുള്ള എക്സാമ്പിൾസ്. അത് കഴിഞ്ഞ് ലമാർക്കിസത്തിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ കുറച്ചുണ്ടായിരുന്നു. അതായത് ഈ കോൺസെപ്റ്റ് അനുസരിച്ച് എന്താ, ചിലവർ പറഞ്ഞു ഈ ഫസ്റ്റ് കോൺസെപ്റ്റ് പറഞ്ഞ എന്താ, ഈ ഇന്റേണൽ ഫോഴ്സസ് കാരണം സൈസ് കൂടാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷെ കുറെ പേര് പറഞ്ഞു അത് യൂണിവേഴ്സലി ട്രൂ അല്ലാന്ന്. അതായത് ഈ ആൻജിയോസ്പേംസിൽ എന്താ, ഈ ട്രീസ് എന്താ, ഹെർബ്സ് ഉണ്ട്, ഷ്രബ്സ് ഉണ്ട്, ഗ്രാസസ് ഉണ്ട്, ട്രീസും ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ അവരുടെ സൈസ് എന്താ, റെഡ്യൂസ് ആയി വന്നു എവല്യൂഷന്റെ സമയത്ത്. അപ്പൊ അതിനെ നമുക്ക് പറയൂല മാർക്സിന്റെ തിയറി കറക്റ്റ് ആണോ അല്ല. പിന്നെ സെക്കൻഡ് കോൺസെപ്റ്റ് പറഞ്ഞു, അതായത് നിങ്ങൾക്ക് ഒരു എന്താ പറയാ, നിങ്ങളുടെ എൻവയോൺമെന്റ് അനുസരിച്ച് നിങ്ങളുടെ ഇത് മാറ്റാൻ പറ്റും പറഞ്ഞു. അതായത് ക്യാൻ വി സ്പ്രൗട്ട് വിങ്സ് വിഷിംഗ് ടു ഫ്ലൈ ലൈക്ക് ബേർഡ്സ്? പറ്റുമോ? ഇല്ലല്ലോ. തേർഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ വെൽ ഡെവലപ്ഡ് ബൈസെപ്സ് ആണ് ബ്ലാക്ക് സ്മിത്തിന്റെ. പക്ഷെ ഈ വിങ്സിന്റെ എന്താ, ലെസ് ഡെവലപ്ഡ് വിങ്സ് ഈ ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ്. അപ്പൊ ഇതെല്ലാം എന്താ ഒരു കുറെ ഇങ്ങനത്തെ കോൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നു. അതെന്താ, ഈ ലമാർക്കിസത്തിനെതിരെയായിരുന്നു. ഓക്കെ, അതിന് മെയിൻലി ക്രിട്ടിസൈസ് ചെയ്തത് വീസ്മാൻ ആൻഡ് പൈനി എന്നാണ് ക്രിട്ടിസൈസ് ചെയ്തതാണ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന തിയറി. അതിനെന്ത് ചെയ്തു, ഈ വീസ്മാൻ എന്താ, ഈ റാറ്റിന്റെ ടെയിൽസ് എന്താ, ഒരു 22 ജനറേഷൻസിന്റെ റാറ്റിന്റെ ടെയിൽസ് കട്ട് ചെയ്തു. പക്ഷെ അവര് പിന്നെ അവിടുന്ന് ജനിക്കുന്ന റാറ്റ്സിന് എന്താ, ഈ ടെയിലിന്റെ സൈസ് എന്താ കുറയുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ലമാർക്ക് പറഞ്ഞത് യൂസ് ആൻഡ് ഡിസ്യൂസ് ആണ്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്ത് ചെയ്യും, അത് കളയും. നമ്മൾ എവല്യൂഷന്റെ സമയത്ത് അത് എന്താ ബോഡി അഡാപ്റ്റ് ചെയ്യില്ല. പക്ഷെ ഇങ്ങനെ 22 ജനറേഷന്റെ റാറ്റ്സിൽ ചെയ്തു, എന്നിട്ടൊക്കെ വന്നില്ലല്ലോ. അതാണ് വീസ്മാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒരു നിയോ ലമാർക്കിസം ഉണ്ടായിരുന്നു. നിയോ ലമാർക്കിസം എന്ന് പറയുന്നത് എന്താ, അത് ആക്ച്വലി പക്കാർഡ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് പറഞ്ഞത്. കാരണം ലമാർക്കിസം ഇത്തിരി കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നെങ്കിലും കുറച്ച് സയന്റിസ്റ്റ് എന്താ ഈ ലമാർക്കിസത്തിന് വേണ്ടി എവിഡൻസ് കൊടുത്തു. അപ്പൊ ഈ നിയോ ലമാർക്കിസം അനുസരിച്ച് നമ്മളെ എൻവയോൺമെന്റ് ആണ് ഈ എക്വയർഡ് ക്യാരക്ടേഴ്സിന്റെ ഇൻഹെറിറ്റൻസിന് സഹായിക്കണം. അപ്പോ ഇതനുസരിച്ച് നമ്മൾ എൻവയോൺമെന്റിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടാവുമെങ്കിൽ അത് നമ്മളുടെ ഓർഗാനിസത്തിന്റെ ഉള്ളിൽ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവും. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് സംനേഴ്സ് എക്സ്പെരിമെന്റ്. സംനേഴ്സ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, സംനർ എന്ത് ചെയ്തു, ഒരു വൈറ്റ് റാറ്റിന് എന്താ പറയാ വോം ടെമ്പറേച്ചർ ഒരു സ്ഥലത്ത് ഇട്ടു. അപ്പൊ അത് കാരണം എന്തുണ്ടായി, ഈ വൈറ്റ് റാറ്റിന് എന്താ ബോഡി ലോങ്ങേറ്റ് ആയി, ലാർജ് പിന്നെ ലോങ് ടെയിലായി. അപ്പൊ ഇതാണ് നമ്മളുടെ ഓഫ് സ്പ്രിങ്ങും ഇൻഹെറിറ്റ് ആയി, സംനേഴ്സ് എക്സ്പെരിമെന്റ്. പിന്നെ ഉള്ളത് ക്യാമറേഴ്സ് എക്സ്പെരിമെന്റ്. ക്യാമറേഴ്സ് എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ ക്യാമറർ എന്ത് ചെയ്തു, ഒരു സാലമാൻഡറിനെ ഒരു ഡാർക്ക് റൂമിൽ വെച്ചു, അതായത് ഫുൾ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ എന്താ, ഈ സാലമാൻഡർ സ്കിന്നില് ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്നു, അത് വൈഡ്ലി സ്പ്രെഡ് ആയി. പക്ഷെ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ സാലമാൻഡറിനെ വെച്ചപ്പോ സ്കിൻ എന്തായി, യെല്ലോ ആയി, പക്ഷെ ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ടായില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ക്യാരക്ടേഴ്സ് നമ്മളെ ഓഫ് സ്പ്രിങ്സിൽ നമ്മൾ കണ്ടിരുന്നു.
ഓക്കെ, അപ്പൊ അടുത്തതാണ് നമ്മൾ ഡാർവിനിസം. അതിനു മുമ്പ് നമുക്ക് ഇത് എഴുതാം, അതായത് ലമാർക്കിസം. ഓക്കെ, ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ലമാർക്കിസം. അതിൽ ഫസ്റ്റ് വരുന്ന ഇന്റേണൽ വൈറ്റൽ ഫോഴ്സസ് ആണ്. അതായത് നമ്മളുടെ കുറെ ഓർഗാനിസത്തിൽ കുറച്ച് ഇന്റേണൽ ഫോഴ്സസ് ഉണ്ട്. ആ ഫോഴ്സസ് കാരണം എന്താ, നമ്മളുടെ ഓർഗാനിസത്തിന് എന്താ സൈസ് ഇൻക്രീസ് ആവാനുള്ള ടെൻഡൻസി ഉണ്ട് എന്നാ പറയുന്നത്. ഇതായിരുന്നു ഫസ്റ്റ് കോൺസെപ്റ്റ്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്താ, അതാണ് ഇഫക്റ്റ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ന്യൂ നീഡ്സ്. മൂന്നാമത്തെ പറഞ്ഞ എന്താ, യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ്. ഒരു ഓർഗൻ നമ്മൾ കോൺസ്റ്റന്റ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എന്താ ബെറ്റർ ഡെവലപ്പ് ആവും. അതായത് ഇതിന്റെ എക്സാമ്പിൾ ആണ്, നിങ്ങൾ ജിമ്മിൽ പോവാന്ന് വിചാരിക്കുക. നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ ഓരോ മസിൽസ് ഇങ്ങനെ ട്രെയിൻ ചെയ്യും. ഓരോ മസിൽസ് ട്രെയിൻ ചെയ്യുമ്പോൾ ഒരു ദിവസം തോറും എന്താ മസിൽസ് വീക്ക് ആണോ സ്ട്രോങ് അല്ലാവാം. അപ്പൊ അതാണ് ലെമാർക്ക് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു എന്ത്, യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ് എന്ന് പറഞ്ഞ ഓർഗൻസിൽ ലെമാർക്കിന്റെ തേർഡ് പോയിന്റ് ഇതായിരുന്നു. പിന്നെ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ. ഓക്കെ, ഇതായിരുന്നു ലമാർക്കിസം. ഇതിന്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. മറ്റേ ജിറാഫിലുള്ള ലോങ് നെക്കും ഹൈ ഫോർ ലിംബും, പിന്നെ അക്വാറ്റിക് ബേർഡ്സിലുള്ള ഈ വെബ് ലൈക്ക് സ്ട്രെച്ച് ടോസ്, പിന്നെ സ്നേക്സിന്റെ മറ്റേ ലെഗ്സ് ലൂസ് ആയതും, പിന്നെ ഡിയറിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അതൊക്കെയാണ് ലമാർക്കിസത്തിന്റെ എക്സാമ്പിൾ. ലോങ് നെക്ക് ഓഫ് ജിറാഫ്, പിന്നെ ഈ വെബ് ടോസ് ഇൻ അക്വാറ്റിക് ബേർഡ്സ്. ഓക്കെ, ഇതായിരുന്നു ലമാർക്കിസം. അപ്പൊ പക്ഷെ ലമാർക്കിസത്തിനെ ക്രിട്ടിസൈസും ചെയ്തിരുന്നു. അത് ആരൊക്കെയാ, നമ്മളുടെ വീസ്മാനും പൈനെ. ഓക്കെ, അത് ഞാൻ പറഞ്ഞ എന്താ, നമ്മളുടെ ഈ വീസ്മാൻ എന്താ ഈ റാറ്റ്സിന്റെ ടെയിൽസ് കട്ട് ചെയ്തു 22 ജനറേഷൻസിൽ. പക്ഷെ അവർക്ക് എന്താ ഒരു സൈസ്, അവരുടെ ടെയിലിന്റെ സൈസിന് എന്താ ഒരു റിഡക്ഷനും കണ്ടില്ല. വീസ്മാൻ ആൻഡ് പൈനെ.
ഇനി അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മളുടെ നിയോ ലെമാർക്കിസം. നിയോ ലെമാർക്കിസം അനുസരിച്ച് എന്താ, ഈ എൻവയോൺമെന്റ് ആണ് ആക്ച്വലി എന്താ എഫക്ട് ചെയ്യണം ഈ ഒരു ക്യാരക്ടർ ഇൻഹെറിറ്റ് ആവണമെങ്കിൽ. അപ്പൊ ഈ ചേഞ്ച് ഇൻ എൻവയോൺമെന്റ് ആണ് നമ്മളുടെ എന്താ ഈ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നത് ഓർഗാനിസത്തിൽ. അപ്പൊ അത് കാരണം അവരുടെ ജേം പ്ലാസം എന്തായിരിക്കും, എഫക്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത് ലെമാർക്കിസം. ഇനി നമുക്ക് എന്താ മെയിൻ തിയറി ആയ ഡാർവിൻ, ചാൾസ് ഡാർവിന്റെ ഡാർവിനിസം ആണ് നമുക്ക് എന്താ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഡാർവിനിസം അല്ലെങ്കിൽ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്താ, അത് ആക്ച്വലി എന്താ പറയാ ചാൾസ് ഡാർവിനും AR വാലസ് എന്ന് പറഞ്ഞ രണ്ട് എന്താ പറയാ ജിയോളജിസ്റ്റും കൂടി ഒരുമിച്ചാണ് അവര് തയ്യാറാക്കിയ തിയറി. അപ്പൊ ഈ തിയറി ഡാർവിന്റെ ഒരു ബുക്ക് ഉണ്ട്, ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഈ ബുക്കിൽ എന്താ ഡാർവിൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഡാർവിൻ ആക്ച്വലി ഈ ബുക്ക് എഴുതണമെങ്കിൽ കുറച്ച് ബുക്സ് പഠിച്ചിരുന്നു. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ ബൈ മാത്യൂസും പ്രിൻസിപ്പിൾസ് ഓഫ് ജിയോളജി ബൈ ചാൾസ് ലൈൽ. അപ്പോൾ ആൽഫ്രഡ് റസൽ വാലസ് ആണ് മറ്റേ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പോയി ട്രാവൽ ചെയ്തു. എന്നിട്ട് അവിടുത്തെ നാച്ചുറൽ സെലക്ഷൻ ആണ് ആളുടെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തത്. അങ്ങനെയാണ് വാലസും ഡാർവിനും തമ്മിൽ എന്താ കുറച്ച് കൺക്ലൂഷൻസിലെത്തി. അതായത് കുറെ എനോമസ് റേറ്റ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട് അനിമൽസിന്റെ ഇടയിൽ. അത് കാരണം എന്താ കോൺസ്റ്റന്റ് നമ്പർ ഓഫ് അനിമൽ സ്പീഷീസ് ഉണ്ട്. അപ്പൊ ഇത് കാരണം ഈ കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് റീപ്രൊഡക്ഷൻ കാരണം എന്തുണ്ടാവും, നമ്മളുടെ അനിമൽസ് തമ്മിൽ സ്ട്രഗിൾ ഉണ്ടാവും റിസോഴ്സസിന് വേണ്ടി, അതായത് എക്സിസ്റ്റൻസിന് വേണ്ടി. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു റൂം ഉണ്ട്, ഓക്കെ, അതില് നിങ്ങള് അഞ്ച് പേരെ ഒരു റൂമിലിട്ടു. നിങ്ങളെ ഫ്രണ്ട്സ് 5 പേര് ഒരു റൂമിലിട്ടു. ആ റൂമിലിട്ട് എന്നിട്ട് അതിൽ ഞാൻ കുറച്ച് ലൈറ്റും ഫാനും ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ഒരു പാക്കറ്റ് ബ്രെഡ് തന്നു, പിന്നെ ഒരു കുപ്പി വെള്ളവും, പിന്നെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്, ഇത് ഒന്നും തന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് 10 ദിവസം ഇവിടെ കഴിയണം. ഓക്കെ, 5 പേരേ ഉള്ളൂ കേട്ടോ. 5 പേര്, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്, ഒരു ബ്രെഡ്, പിന്നെ ഒരു കുപ്പി വെള്ളം, ചെറിയ കുപ്പി, 1 ലിറ്റർ പോലും ഇല്ല, ഒരു 500 ml മിനറൽ വാട്ടറില്, അത് ഞാൻ തന്നു. നിങ്ങൾക്ക് 10 ദിവസം ഇവിടെ കഴിയാൻ പറഞ്ഞു. ലൈറ്റ് ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ല, ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഫോണും ഇല്ല നിങ്ങളുടെ കേട്ടോ. നിങ്ങൾ അവിടെ ഇരിക്കുക. അപ്പൊ നിങ്ങൾ ഒരു ദിവസം, ആദ്യത്തെ ദിവസം എന്താ ഒരു ബ്രെഡ് തന്നു, നിങ്ങൾ എല്ലാരും കൂടി ഡിവൈഡ് ചെയ്ത്, അതായത് നിങ്ങൾ ഷെയർ ചെയ്യും. ഫസ്റ്റ് 5 ബ്രെഡ് എടുത്തു, ഷെയർ ചെയ്യും, പിന്നെ വെള്ളം അതേ ഷെയർ ചെയ്ത് കുടിക്കും. പിന്നെ 2ാമത്തെ ദിവസവും ഇത് ചെയ്തു. 3ാമത്തെ ദിവസം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായി ബ്രെഡ് കഴിയാറായി. അപ്പൊ ബ്രെഡ് കഴിയാറായി, അപ്പൊ എന്തുണ്ടാവും, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യും. നീ ഞാൻ ബ്രെഡ് തിന്നു, നീ കുറെ കഴിച്ചതാണ്, അങ്ങനെ എന്തെങ്കിലും തല്ലൊക്കെ ഉണ്ടാവും. അപ്പൊ അതാണ് എന്താ സ്ട്രഗിൾ ഓഫ് എക്സിസ്റ്റൻസ്. അതായത് ഒരു ചെറിയൊരു പോപ്പുലേഷൻ, ഒരു ചെറിയൊരു ജിയോഗ്രഫിയിൽ കുറെ ഇങ്ങനെ റീപ്രൊഡക്ഷന്റെ റേറ്റ് കൂടി എന്താ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും, ഈ ആനിമൽസിൽ ഹെറിറ്റബിൾ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ എന്തുണ്ടാവും, ഈ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ. അതായത് സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് മാത്രമേ ആ 10 ദിവസം എന്താ ആ റൂമിൽ കഴിയാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവരും തോറ്റുപോകും. അപ്പൊ അതാണ് പറയുന്നത് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെന്താ, അതേപോലത്തെ ഈ ഫിറ്റ് ആയ ആളുടെ പോലത്തെ പുതിയ സ്പീഷീസ് ഉണ്ടാവും. നാച്ചുറൽ സെലക്ഷൻ വഴി എവല്യൂഷൻ നടന്ന് പുതിയ സ്പീഷീസ് ഉണ്ടാവും. അതിനെയാണ് പറയുന്നത് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. ഓക്കെ, ഇതാണ് എന്താ ഡാർവിന്റെ തിയറിയുടെ കൺക്ലൂഷൻ. അതായത് ഓവർ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓവർ പ്രൊഡക്ഷൻ കാരണം എന്തുണ്ടാവും, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടാവും. മനസ്സിലായല്ലോ? സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവും, അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവും. അതായത്
എല്ലാ ഓർഗാനിസത്തിനും എന്താ ഒരു എനർമസ് നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ് എന്താ പറയാ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ അവർ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവും, നമ്മൾ അവിടെയുള്ള റിസോഴ്സസ്, അതായത് പ്ലാന്റ്സ് കഴിക്കണം അല്ലെങ്കിൽ കുറച്ച് ചെറിയ ജീവികളെ കഴിക്കണം വെച്ചാൽ അത് തീർന്നു പോകും അല്ലെ. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് പ്ലാന്റ്സ് എന്താ തൗസൻഡ്സ് ഓഫ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു, പിന്നെ ഇൻസെക്ട്സ് കുറേ എഗ്സ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് എലിഫന്റ് എന്താ ഒരു പ്രാവശ്യം എന്താ 6 ഓഫ്സ്പ്രിങ്സ് ഉണ്ടാക്കി. അപ്പൊ ഒരു 750 years അതെല്ലാം സർവൈവ് ചെയ്തെങ്കിൽ എന്താ ഒരു സിംഗിൾ പെയർ ആക്ച്വലി എന്തുണ്ടാക്കും, ഒരു 19 million എലിഫന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഇത്രയും ഓവർ പ്രൊഡക്ഷൻ ആവെന്ന് പറയാം. ഈ ഓവർ പ്രൊഡക്ഷൻ കാരണം എന്തുണ്ടാവും, എല്ലാ ഇൻഡിവിജ്വലും കമ്പീറ്റ് ചെയ്യും. എന്തിന്? സെയിം റിസോഴ്സിന്, സെയിം സ്പേസ്, സെയിം ഷെൽട്ടർ, സെയിം ഫുഡിന് വേണ്ടി എന്ത് ചെയ്യും, അവര് എന്താ പറയാ കോമ്പീറ്റ് ചെയ്യും. ഇതിനെയാണ് പറയുന്നത് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ആൻഡ് അത് പിന്നെ എന്താ പറയാ എല്ലാ അവരുടെ ജീവിതകാലം മുഴുവൻ, അതായത് സൈഗോട്ട് സ്റ്റേജ് തൊട്ട് നാച്ചുറൽ ഡെത്ത് വരെ എന്താ ഇത് തന്നെയാണ് നടക്കുക. അതായത് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്താ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇൻട്രാസ്പെസിഫിക് സ്ട്രഗിൾ, അതെന്താ ഈ ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള കോമ്പറ്റീഷന്റെ ഇടയിലുള്ള സെയിം സ്പീഷീസ്, അതായത് നമ്മൾ സെയിം സ്പീഷീസ് ഉണ്ടാവും ഒരു ഇൻഡിവിജ്വൽസിലുള്ള സെയിം സ്പീഷീസ് എന്തെയും സെയിം നീഡ്സ് ആയ ഫുഡ് അല്ലെങ്കിൽ ഷെൽട്ടറിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യും. പിന്നെയുള്ള എന്താ ഇന്റർസ്പെസിഫിക് സ്ട്രഗിൾ. ഇന്റർസ്പെസിഫിക് സ്ട്രഗിൾ എന്ന് പറയുന്നത് എന്താ, അത് ആക്ച്വലി 2 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പീഷീസ്, അതായത് ഒരു മാനും ടൈഗറും തമ്മിൽ സ്ട്രഗിൾ ചെയ്യാന്ന് വിചാരിച്ചോ. അങ്ങനെ ഉണ്ടാവില്ല ആക്ച്വലി, അതിന് മുമ്പ് ടൈഗർ മാനിനെ തിന്നു പോകും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 2 സ്പീഷീസ് തമ്മിലുള്ള സ്ട്രഗിളിനെയാണ് ഇന്റർസ്പെസിഫിക് സ്ട്രഗിൾ എന്ന് പറയണം. പിന്നെ എൻവയോൺമെന്റൽ സ്ട്രഗിൾ. എൻവയോൺമെന്റൽ സ്ട്രഗിൾ എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, ഈ ഓർഗാനിസവും എൻവയോൺമെന്റ് തമ്മിലുള്ള സ്ട്രഗിൾ. അതായത് ഈ എൻവയോൺമെന്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നല്ല തണുപ്പ്, നല്ല ചൂട്, ചിലപ്പോൾ നല്ല കാറ്റ്, അല്ലെങ്കിൽ വരൾച്ച, ഫ്ലഡ്, റെയിൻ. ഇതിനൊക്കെ അനുസരിച്ച് എന്താ എൻവയോൺമെന്റിന്റെ ചേഞ്ചസ് അനുസരിച്ച് നമ്മളുടെ ഈ ഓർഗാനിസത്തിന് എന്താ സ്ട്രഗിൾ ചെയ്യണം. അപ്പൊ ഇതാണ് പല ടൈപ്പ് ഓഫ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഡാർവിൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് എന്താ പറയാ വേരിയേഷൻസ് ഇൻ ഹെറിഡിറ്റി. ഈ ഐഡന്റിക്കൽ ട്വിൻസ് ഒഴിച്ച് ബാക്കി ഒരു ഇൻഡിവിജ്വൽസ് എന്താ സെയിം അല്ല എന്ന് വെച്ചാൽ സെയിം അല്ല, പക്ഷെ അവരുടെ റിക്വയർമെന്റ്സും സെയിം അല്ല. അത് കാരണം ഇത്രയും ഡിഫറൻസസ് ഉള്ളതിനെയാണ് നമ്മൾ വേരിയേഷൻ പറയണത്. അപ്പൊ ഡാർവിൻ പറഞ്ഞത് വേരിയേഷൻസ് എന്താ കണ്ടിന്യൂസ് ആണ്, അത് ആക്ച്വലി ഹെൽപ്ഫുൾ ആണ് നമ്മളുടെ എന്തിന്, ഒരു ഓർഗാനിസത്തിന് ഒരു സറൗണ്ടിങ്ങിൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആണ് എന്ത് ആ വേരിയേഷൻസ്. അതായത് നമ്മളൊരു ഞാൻ പറഞ്ഞത് ഈ സെയിം റൂമിൽ പോയി, അതിലൊരു ഞാനും നിങ്ങളും, ഓക്കെ, 2 പേരും ഞാനും നിങ്ങളും പോയി. ഞാൻ നോൺ വെജിറ്റേറിയൻ ആണ്, നിങ്ങൾ വെജിറ്റേറിയൻ ആണ്. അപ്പൊ അവിടെ വെച്ചിരിക്കുന്ന ഫുഡ് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല 5 ദിവസത്തിന്റെ ഉള്ളിൽ. ഓക്കെ, അതില് നോൺ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ട്, വെജിറ്റേറിയൻ ഫുഡ് ഉണ്ട്. അപ്പൊ എന്റെ നീഡ്സ് വേറെയാണ്, മറ്റാളുടെ നീഡ്സ് വേറെയാണ്, നിങ്ങളുടെ നീഡ്സും വേറെയാണ്. അപ്പൊ എനിക്ക് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടാവോ? ഇല്ലല്ലോ. ഞാൻ എന്റെ നോൺ വെജ് സുഖമായി തിന്നും, നിങ്ങൾ നിങ്ങളുടെ വെജ് സുഖമായി തിന്നും അല്ലെ. ആ ഒരു കോമ്പറ്റീഷൻ ഇല്ല, തല്ലില്ല, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഇല്ല. അപ്പൊ അതാണ് പറഞ്ഞ ഈ കണ്ടിന്യൂസ് വേരിയേഷൻസ് എന്താ ആക്ച്വലി ഒരു ഓർഗാനിസത്തിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി, സറൗണ്ടിങ്സിൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി എന്താ ഹെൽപ്ഫുൾ ആണ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി എന്താ, അത് കഴിഞ്ഞിട്ടാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഇനി ഈ സ്ട്രഗിൾ ഓഫ് എക്സിസ്റ്റൻസിന്റെ ഇടയിൽ തന്നെ ഇതിൽ ആക്ച്വലി ഒരാൾ മാത്രം എന്താ ഫിറ്റ് ആയ ഒരാള് സക്സസ്ഫുൾ ആയിരിക്കും ഈ സ്ട്രഗിൾ. അതായത് ഇത് എല്ലാ സ്ട്രഗിളും ഹസിൽ ചെയ്ത് എന്ത് ചെയ്യും, ഫസ്റ്റ് എത്തും. അതായത് ഞാൻ നിങ്ങളുടെ ഒരു എക്സാമ്പിൾ പറയാം. ഇത്രയും നീറ്റിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യാൻ ഓൾമോസ്റ്റ് 15 to 20 lakh സ്റ്റുഡൻസ് ഉണ്ടാവും. ആ 15 to 20 lakhsന്റെ ഇടയിലാണ് നിങ്ങൾക്ക് എന്താ കോമ്പീറ്റ് ചെയ്യണം. അതും സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് അല്ലേ. നിങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗം കാണാമെങ്കിൽ നിങ്ങൾ MBBS എടുക്കണം. അപ്പൊ അത് ആ സീറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പോരാടണം. ആ പോരാട്ടത്തിൽ എന്താ ഫസ്റ്റ് എത്തുന്ന ഒരാളേ ഉള്ളൂ. അത് ഏറ്റവും സ്യൂട്ടബിൾ അല്ലെങ്കിൽ ഫിറ്റ് ആയ ഇൻഡിവിജ്വൽ ആയിരിക്കും അല്ലെ. പൈസ കൊടുത്താണോ അത് റാങ്ക് വരുന്നത്? അല്ലല്ലോ, നിങ്ങളുടെ കഴിവനുസരിച്ചല്ലേ വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ നിങ്ങൾ എത്ര അധികം ബുദ്ധിമുട്ടുന്നോ അത്രയും നിങ്ങൾക്ക് സക്സസ് കിട്ടും. അപ്പോ ഡാർവിൻ പറഞ്ഞ ഓൺലി ഫിറ്റ് ആയ ഇൻഡിവിജ്വൽ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് പറഞ്ഞു. ഈ ഫേവറബിൾ അഡാപ്റ്റേഷൻസിന് അപ്പൊ അങ്ങനെ ഫിറ്റ് ആയ ആള് വന്ന് പിന്നെ മേറ്റ് ചെയ്യും വേറെ പാർട്ട്ണറായിട്ട്.
അപ്പൊ അങ്ങനെ എന്താവും സെക്ഷൽ സെലക്ഷൻ, അതായത് അയാളുടെ പോലത്തെ വേരിയൻസ് ഇനി വരും ഇനിയുള്ള ജനറേഷനിൽ. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് അങ്ങനെയാണ് പുതിയ സ്പീഷീസ് ഉണ്ടായത്. അപ്പൊ ഡാർവിൻ എക്സ്പ്ലെയിൻ ചെയ്തെന്താ, ഈ എൻവയോൺമെന്റൽ ചേഞ്ചസിലുള്ള വേരിയേഷൻസ് എന്താ ഓരോ ജനറേഷനിലും ട്രാൻസ്ഫർ ആവും. അപ്പൊ ഈ ഓരോ ഓഫ് സ്പ്രിങ് എന്താ നമ്മുടെ ആൻസിസ്റ്ററിനേക്കാളും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് എന്താ ഡാർവിനിസം. ഈ ഡാർവിനിസത്തിന് കുറെ ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. അതായത് ഡാർവിന് ഈ വെസ്റ്റീജിയൽ ഓർഗൻസിന്റെ ഡെവലപ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇതിന് എന്താ ഒരു സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നില്ല. എന്തിന് ഒരു കോസ് അല്ലെങ്കിൽ ഒറിജിൻ അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് വേരിയേഷൻസിന് ഒരു സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ ഉണ്ടായില്ല. പിന്നെ ഡാർവിൻ എന്താ ആക്ച്വലി മറ്റേ പോപ്പുലേഷൻ ഒരു കുറച്ച് ഇൻഡിവിജ്വൽസ് മാത്രം യൂസ്ഫുൾ വേരിയേഷൻ എടുത്ത് ജീവിക്കുന്നത്, അതെങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഡാർവിന്റെ മെയിൻ ഡ്രോബാക്ക് എന്തായിരുന്നു, ഈ ഹെറിഡിറ്റിനെ കുറിച്ചുള്ള നോളജിന് ലാക്ക് ഓഫ് നോളജ് ഹെറിഡിറ്റി ആയിരുന്നു. ഓക്കെ, ഇതാണ് ഇതാണ് ഡാർവിനിസം, ക്രിറ്റിസിസം ഓഫ് ഡാർവിനിസം. ഇനി നമുക്ക് എന്ത് നോക്കാം, നിയോ ഡാർവിനിസം എന്താന്ന് നോക്കാം. നിയോ ഡാർവിനിസം ആക്ച്വലി ഒരു മോഡിഫൈഡ് ഫോമാണ് ഡാർവിനിസത്തിന്റെ. അപ്പൊ അതിൽ കുറെ റിസർച്ചേഴ്സ് ചെയ്യുന്നുണ്ട്. വീസ്മാൻ, ഡി റൈസ്, ഹക്സ്ലി, സ്റ്റെബിൻസ്, അങ്ങനെ കുറെ സയന്റിസ്റ്റുകൾ റിസർച്ച് ചെയ്ത് ഒരു പുതിയ തിയറി ഉണ്ടാക്കി. അതായത് ഡാർവിന്റെ തിയറി ആയിട്ട് കൺജോയിന്റ് ആയിട്ട് കുറച്ച് മോഡിഫിക്കേഷൻസ് വെച്ചു. അതായത് ജെനറ്റിക്സിന്റെ യൂസും ജെനറ്റിക് റിസർച്ച് ചെയ്തിട്ടാണ് ഡാർവിന്റെ തിയറിയായി അവര് ജോയിൻ ചെയ്തത്. അപ്പോൾ ഇതാകെ ജെനറ്റിക് ഇൻഹെറിറ്റബിൾ വേരിയേഷൻ മാത്രമേ എവല്യൂഷന് വേണ്ടി പറഞ്ഞുള്ളൂ. അതായത് ഒരു എവല്യൂഷന്റെ യൂണിറ്റ് എന്താ, പോപ്പുലേഷൻ. ഇപ്പൊ നാച്ചുറൽ സെലക്ഷൻ എന്താ ആക്ച്വലി ഡിഫറൻഷ്യൽ റീപ്രൊഡക്ഷൻ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അത് കാരണമാണ് ഈ ജീൻ ഫ്രീക്വൻസിന് ചേഞ്ച് ഉണ്ടാവുന്നത്. അപ്പോ നിയോ ഡാർവിനിസം അനുസരിച്ച് ബോത്ത് മ്യൂട്ടേഷനും നാച്ചുറൽ സെലക്ഷനും കാരണമാണ് എവല്യൂഷൻ ഉണ്ടായത്. ഓക്കെ, ഈ നിയോ ഡാർവിനിസം കഴിഞ്ഞിട്ട് ഒരു മ്യൂട്ടേഷൻ തിയറി ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാരാണ്, ഹ്യൂഗോ ഡി റൈസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് മ്യൂട്ടേഷൻ തിയറി ഉണ്ടാക്കിയത്. അപ്പൊ മ്യൂട്ടേഷൻ തിയറി അനുസരിച്ച് അത് ആക്ച്വലി ഡി റൈസ് ഒരു പ്ലാന്റ് ഉണ്ട്, ഈനോതെറ ലമാർക്കിയാന എന്ന പ്ലാന്റിലാണ് എക്സ്പെരിമെന്റ് ചെയ്തത്. അപ്പൊ ഈ മ്യൂട്ടേഷന്റെ റോളാണ് ആള് പഠിച്ചത് എവല്യൂഷനിൽ. അപ്പൊ മ്യൂട്ടേഷൻസ് നമ്മളുടെ ഡാർവിൻ പറഞ്ഞ ഡിസ്കണ്ടിന്യൂസ് വേരിയേഷൻസ് ആണെന്നാണ് മ്യൂട്ടേഷൻ. അതിനെ സ്പോർട്സ് എന്ന് പറഞ്ഞിരുന്നു ഡാർവിൻ. ഓക്കെ, അപ്പൊ മ്യൂട്ടേഷൻ തിയറിയുടെ ഫീച്ചേഴ്സ് എന്താ, ഡി റൈസ് പറഞ്ഞ മ്യൂട്ടേഷൻ തിയറിയിൽ ആക്ച്വലി അത് ആക്ച്വലി റോ മെറ്റീരിയൽ ആണ് ഓഫ് മ്യൂട്ടേഷന്റെ. ഇത് പെട്ടെന്ന് ഉണ്ടാവും, അതിന്റെ എഫക്റ്റ് സഡൻ ആയിരിക്കും മ്യൂട്ടേഷന്. പിന്നെ മ്യൂട്ടേഷൻസ് ആക്ച്വലി പാരന്റ്സിലും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതായത് ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജസ് ഉണ്ടാവില്ല. പിന്നെ അത് എല്ലാ ഡയറക്ഷനും ഉണ്ടാവാം മ്യൂട്ടേഷൻ. പിന്നെ എല്ലാ മ്യൂട്ടേഷൻസിനും ഒരു ജനറ്റിക് ബേസിസ് ഉണ്ട്. അത് കാരണം അത് ഇൻഹെറിറ്റബിൾ ആണ്. ഒരു സിംഗിൾ മ്യൂട്ടേഷന് വേണമെങ്കിൽ പുതിയ സ്പീഷീസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുവരെ പറഞ്ഞത് നമുക്ക് ഡാർവിന്റെ തിയറി എഴുതാം. ഓക്കെ, ഡാർവിനിസം അല്ലെങ്കിൽ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഇനി നമുക്ക് ഇതിന്റെ ഫാക്ട്സ് പഠിക്കാം. ഡാർവിന്റെ തിയറിയുടെ ഫാക്ട്സ്. ഫസ്റ്റ് പറഞ്ഞ എനോമസ് റേറ്റ് ഓഫ് റീപ്രൊഡക്ഷൻ among animals. Enormous rate of reproduction among animals.
അത് കാരണം എന്തുണ്ടായി? സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ഓക്കെ, അതിനൊപ്പം എന്താ, അത് കഴിഞ്ഞ് സ്ട്രഗിൾ ഓഫ് എക്സിസ്റ്റൻസ് കാരണം എന്തായി? ഹെറിറ്റബിൾ വേരിയേഷൻസ് ഉണ്ടായി. അത് കാരണം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഇനി സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് കാരണം എന്തുണ്ടായി? കണ്ടിന്യൂസ് നാച്ചുറൽ സെലക്ഷൻ ഉണ്ടായി, ലീഡിങ് ടു എന്താ? എവല്യൂഷൻ ഓഫ് ന്യൂ സ്പീഷീസ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? ഡാർവിന്റെ ഫാക്ട്സും എന്താ കൺക്ലൂഷൻ. ഇപ്പൊ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്തായിരുന്നു? ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, വേരിയേഷൻസ്, ഹെറിഡിറ്റി, പിന്നെ വന്നത് നമ്മളുടെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. ഇതിന്റെ ക്രിറ്റിസിസം നോക്കാം ഇനി നമുക്ക്. ഇപ്പൊ ക്രിറ്റിസിസം അനുസരിച്ച് എന്താ? ഡാർവിന് ഈ വെസ്റ്റീജിയൽ ഓർഗൻസിന്റെ ഡെവലപ്മെന്റ് എന്താ പറയാൻ പറ്റിയില്ല. ഓക്കെ, ഇതായിരുന്നു എന്ത്? ഡ്രോബാക്സ് ഓഫ് എന്ത്? ഡാർവിനിസം അല്ലെങ്കിൽ ഡാർവിൻ തിയറി. ഓക്കെ, ഇനി നമുക്ക് മ്യൂട്ടേഷൻ തിയറി പറഞ്ഞു. ഇനി നമുക്ക് ഒരു ഇനിയുള്ള കുറച്ച് ഡിഫിക്കൽട്ട് അല്ല, കുറച്ച് പുതിയ ടോപ്പിക്സ് ആണ്. കുറച്ച് ജിയോളജിക്കൽ ടൈം സ്കെയിൽ പഠിക്കാണ്ട്, പിന്നെ ഡൈനസോഴ്സിന്റെ എവല്യൂഷൻ, ഹ്യൂമൻ എവല്യൂഷൻ പഠിക്കാണ്ട്, പിന്നെ ആ ഒരു ഹ്യൂമൻ എവല്യൂഷന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ചേഞ്ചസ്, അതാണ് നാളെ പഠിക്കാനുള്ളത്. അതുവരെ നമുക്ക് എന്താ പറയാ, ഇതുവരെ പഠിച്ചത് എന്താ റിവൈസ് ചെയ്യാം. ഓക്കെ, ഇന്ന് പഠിച്ചത് എന്താ? നമ്മൾ വെസ്റ്റീജിയൽ ഓർഗൻസ് തൊട്ടാണ് തുടങ്ങിയത്. ഇപ്പൊ വെസ്റ്റീജിയൽ ഓർഗൻസ് എന്താ? ഓർഗൻസ് വിച്ച് ആർ പ്രസന്റ് ഇൻ റെഡ്യൂസ്ഡ് ഫോം, അതായത് ഒരു ഫംഗ്ഷനും ഇല്ല ഈ ബോഡിയിൽ. അതിന്റെ എക്സാമ്പിൾസ് ആണ് നെക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ, അല്ലെങ്കിൽ മസിൽസ് ഓഫ് പിന്ന, വെർമിഫോം അപ്പൻഡിക്സ്, കോസിക്സ് എക്സെട്ര. അത് കഴിഞ്ഞ് കണക്ടിങ് ലിങ്ക്സ് പഠിച്ചു. കണക്ടിങ് ലിങ്ക്സ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, രണ്ട് പ്ലാന്റ്സ് അല്ലെങ്കിൽ അനിമൽ ഗ്രൂപ്പ് തമ്മിൽ എന്താ കുറച്ച് ആ രണ്ട് ഗ്രൂപ്പിന്റെയും കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആ ഒരു ഓർഗാനിസത്തിന് കാണും. അതിന്റെ എക്സാമ്പിൾ ആണ് വൈറസ്. അത് ആക്ച്വലി കണക്ടിങ് ലിങ്ക് ആണ് എന്തിന്റെ? ലിവിങ്ങും നോൺ ലിവിങ് തമ്മിലുള്ള. പിന്നെ യുഗ്ലീന, അത് പ്ലാന്റ്സും അനിമൽസും തമ്മിൽ. പിന്നെ പ്രോട്ടേറോസ്പോഞ്ചിയ, അത് ആക്ച്വലി പ്രോട്ടോസോയും പോറിഫെറയും തമ്മിൽ. നിയോപിലീന, അത് മൊലസ്കിയും അനലിഡയും തമ്മിൽ. പെരിപാറ്റസ്, അനലിഡ ആൻഡ് ആർത്രോപോഡിയും തമ്മിൽ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പറഞ്ഞു? എറ്റാവിസം. എറ്റാവിസ് എന്താ? ഇത് ആക്ച്വലി ചില ഇൻഡിവിജ്വൽസിൽ ചില പഴയ ക്യാരക്ടേഴ്സ്, ആൻസിസ്റ്റേഴ്സിലുള്ള ക്യാരക്ടേഴ്സ് അതെന്താ ഡെവലപ്പ് ചെയ്യും. എക്സാമ്പിൾ ആണ് ഒരു ഹ്യൂമൻ ബേബി ടെയിലായി ജനിച്ചു എന്നൊക്കെ നിങ്ങൾ ന്യൂസിൽ കേൾക്കാറുണ്ടാവും. അപ്പൊ അതാണ് ഇതിന്റെ എക്സാമ്പിൾ. പിന്നെ ഫിസിയോളജിയും ബയോകെമിസ്ട്രിയും തമ്മിലുള്ള എവിഡൻസ്, അതായത് എല്ലാ ഓക്കെ, പിന്നെ എവിഡൻസ് ഫോർ ബയോജിയോഗ്രഫിയും പറഞ്ഞു. ഓക്കെ, മനസ്സിലായല്ലോ?
പിന്നെ നമ്മള് എന്താ പറയാ ലമാർക്കിസം പഠിച്ചു. പിന്നെന്തോ പഠിച്ചു, നമ്മളെ ക്രിറ്റിസിസം ഓഫ് ലമാർക്കിസം പഠിച്ചു. പിന്നെ നിയോ ലമാർക്കിസം നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ഡാർവിൻ തിയറി വന്നു. അപ്പൊ ലമാർക്കിസത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞു 4 പോയിന്റ്സ്. അതായത് ഈ ഇന്റേണൽ വൈറ്റൽ ഫോഴ്സസ് ഉണ്ട്. ഇന്റേണൽ വൈറ്റൽ ഫോഴ്സസ് ഉണ്ട് എല്ലാ ഓർഗാനിസത്തിലും. അപ്പൊ ഈ ഫോഴ്സസ് കാരണമാണ് എന്ത് ഓർഗാനിസത്തിന് എന്താ നമ്മളുടെ ബോഡി സൈസ് ഇൻക്രീസ് ആവാനുള്ള ടെൻഡൻസി. ഓക്കെ. പിന്നെ ഇഫക്ട് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ന്യൂ നീഡ്സ്. എൻവയോൺമെന്റ് കാരണം എന്താ എല്ലാ ടൈപ്പ് ഓഫ് ഓർഗാനിസത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് കാരണം ചേഞ്ചിങ് എൻവയോൺമെന്റ് എന്ത് ചെയ്യും, പുതിയ നീഡ്സിന് ഉണ്ടാക്കും. അത് കാരണം എന്ത് പുതിയ സ്ട്രക്ചർ ഉണ്ടാവുകയാണെങ്കിൽ ആ ഓർഗാനിസത്തിന്റെ ഹാബിറ്റ്സിനെ ചേഞ്ച് ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പോ ഇത്രയുള്ളൂ ലമാർക്കിസം പിന്നെ ഡാർവിനിസം ഞാൻ പറഞ്ഞു. Okay, so that's all for today's class. Thank you.